ബിഗ് ബോസ് ഹൗസിൽ ഒരുപാട് പേര് ഒരുപാട് സ്ട്രാറ്റജീസും പിന്നെ അതുപോലെ മറ്റുള്ളവരുടെ സ്ട്രാറ്റജിയെ പിടിച്ച് അവരുടെ കൂടെ ഒരുമാതിരി നിഴൽ പോലെയൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് പേര് ഈ പറഞ്ഞ ഗെയിം കളിക്കുന്നുണ്ട്. അതിൽ രണ്ടുപേരെ ഒരേപോലെ ഇരിക്കുന്ന രണ്ടുപേരുടെ ഒരു ഗെയിം ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം. ഒന്ന് ഷാനവാസ്, ഒന്ന് അബി. അബിയും ഷാനവാസും പലരും അവിടെ എടുത്തെടുത്ത് പറയുന്ന രണ്ട് വ്യക്തികളാണ്. നമ്മുടെ അപ്പാനി അക്ബർ പോലെ. ഈ അപ്പാനി അക്ബർ ഒരു പരിധിയിൽ കൂടുതൽ വെറുതെ കഥയില്ലാതെ ആടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അവരെ എടുക്കാത്തത്. പകരം ഷാനവാസ്, അബി, ഇപ്പൊ ഈ 2 ദിവസമായിട്ട് അബിയുടെ നിലപാടുകൾ, അബിയുടെ സംസാരം, അത് മാത്രമല്ല കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ വന്ന് പറഞ്ഞ് അബിയെ അപ്രിഷിയേറ്റ് ചെയ്ത കാര്യങ്ങൾ, ഇതൊക്കെ വെച്ചിട്ട് പിന്നെ ഷാനവാസും അബിയും തമ്മിലും ഒരു നല്ല ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടാണ് പോകുന്നത്. ഇവരിൽ ആരെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഞാൻ രണ്ടുപേരിലും ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഷാനവാസ് തുടക്കം മുതലേ ഒരു കുലപുരുഷൻ സ്റ്റേജിലേക്ക് പോയിട്ടുണ്ട്. ഷാനവാസിന്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും നന്നായിട്ട് തന്നെ, ഇപ്പം ഫിസിക്കൽ ടാസ്കുകളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടപെടുന്നതിലായിക്കോട്ടെ, ഒരു ന്യൂട്രലായിട്ട് നിന്ന് സംയമനത്തോടു കൂടി തന്നെ കാര്യം സംസാരിക്കുന്നുണ്ട്. പക്ഷേ കുലപുരുഷൻ എന്ന് പറയുന്ന ഒരു ടാഗിലേക്ക് നമ്മുടെ ഷാനവാസ് എത്തിയിട്ടുണ്ട്. ആദ്യത്തെ സമയത്ത് നമ്മൾ എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയ കാര്യം ജിസേലിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് കുറ്റം പറഞ്ഞ ബിഗ് ബോസിന് മുന്നിൽ ജിസേലിനെ നോമിനേറ്റ് ചെയ്തതായിരുന്നു. അത് കുടുംബ പ്രേക്ഷകരുടെ ഇടയിൽ ഷാനവാസിന് കയ്യടി കിട്ടും എന്നുള്ള ഒരു തോന്നലിന്റെ പേരിലാണെന്ന് എനിക്ക് പിന്നീട് തോന്നി. കാരണം ഈ പറയുന്ന സീരിയൽ ഓഡിയൻസ് ആണ് ഷാനവാസിനുള്ളത്. അപ്പോൾ സീരിയൽ ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റം ഷാനവാസ് നൽകിയതാണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ശേഷം ഈ അപ്പാനിയും അക്ബറും കോർണർ ചെയ്തപ്പോൾ ഷാനവാസിനെ അപ്പാനിയും അക്ബറും കൂടെ ഒറ്റപ്പെടുത്തുന്ന തരത്തിൽ പെരുമാറിയപ്പോൾ കുറച്ചധികം ഫാൻസ് ഷാനവാസിന് കിട്ടി എന്ന് എനിക്ക് തോന്നി. ഓൾറെഡി ഷാനവാസിന് ഒരു ഫാൻ ബേസ് ഉണ്ട്. അത് ഷാരൂഖ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു രുദ്രന്റെ ആൾക്കാർ, പിന്നെ അതുപോലെ സീതപ്പെണ്ണ് എന്ന് പറഞ്ഞ സീരിയലിന്റെ ഒക്കെ ഫാൻസ് ഒക്കെയാണ്. പക്ഷേ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ വരുമ്പോഴത്തേക്കും സീരിയൽ കഥാപാത്രമല്ല, പകരം ബിഗ് ബോസ് ഹൗസിൽ ഒരു യഥാർത്ഥ കഥാപാത്രം, വാട്ട് ഇസ് ഷാനവാസ് ഷാനു എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തും. അവിടെ ലാസ്റ്റ് ടൈം ആ ഒരു പുറത്ത് എവിക്റ്റ് ആയിട്ടുള്ള ബിൻസിയുമായിട്ട് ബന്ധപ്പെട്ട് അപ്പാനിയെ ചേർത്ത് പറഞ്ഞതിൽ ഷാനവാസ് കളിച്ചത് ഒരു കള്ളക്കളിയാണ്, ഒരു വൃത്തികെട്ട കളിയാണ്, ഒരു നാറിയ കളിയാണ് എന്നെനിക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം ഒരു കാര്യവും ഇല്ലാതെ ചുമ്മാ നമ്മളിങ്ങനെ എന്തോ കാര്യമുണ്ട് എന്ന് പറഞ്ഞ് ഇട്ടുകൊടുത്ത് പേടിപ്പിക്കുന്നത് പോലെയാണ് ഷാനവാസ് അപ്പാനിയെ പേടിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ കാര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ജിസേലിനെ നോമിനേറ്റ് ചെയ്തതിന് ശേഷം ജിസേലിന്റെ അടുത്ത് പോയിട്ട് ജിസേലിനെ ഷാനവാസിന്റെ വഴിക്കാക്കുക, ആദില, നൂറ അവരെ ഷാനവാസിന്റെ വഴിക്കാക്കുക, എല്ലാവരടുത്തും പോയിട്ട് താൻ ഒരു നന്മ മരമാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കോർണർ ചെയ്യപ്പെടുന്ന അനീഷിന്റെ അടുത്ത് ഒരു കുട്ടിത്തമൊക്കെ കാണിച്ച് അനീഷിനെ ചുമ്മാ വട്ടുപിടിപ്പിച്ച് അനീഷിനുമായിട്ടൊരു കോംബോ ക്രിയേറ്റ് ചെയ്യാൻ ഷാനവാസ് ശ്രമിക്കുന്നുണ്ട്. അതിൽ സക്സസുമാണ്. അതുകൊണ്ടാണ് പുറത്ത് ടോം ആൻഡ് ജെറി കോംബോ എന്നും പറഞ്ഞ് കുറേ എണ്ണം അനീഷിനെയും ഷാനവാസിനെയും പറയുന്നത്. നമുക്കൊരു പരിധി വരെ ഈ പറയുന്ന കോംബോ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പം ഓക്കെ, ഷാനവാസും അനീഷും നല്ല കമ്പനിയാണല്ലോ, വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്ത് പലയിടത്തും നമ്മൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എല്ലാ ടാസ്കുകളിലായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കാര്യത്തിൽ ബ്ലെയിം ചെയ്തു വരുമ്പോൾ അനീഷ് വ്യക്തമായിട്ട് ഷാനവാസിനെ അവിടെ പറയുന്നുണ്ട്, ഷാനവാസ് ശരിയല്ല. അത് കറക്റ്റായിട്ട് പറയുന്നതിൽ അനീഷ് സക്സസ് ആണ്. പക്ഷേ അനീഷിന്റെ കാര്യത്തിൽ ഷാനവാസ് ചുമ്മാ തമാശ കളിക്കുകയാണ്. അങ്ങനെ അനീഷിനെ വെച്ച് തമാശ കളിക്കേണ്ട കാര്യം ഷാനവാസിന് ഇല്ല. അങ്ങനെ ഒരു കോംബോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ടൈം ഇന്നലത്തെ ഒരു വലിയ ടാസ്ക് വന്നപ്പോൾ, പണിപ്പുര ടാസ്ക് വന്നപ്പോഴും അവിടെ ഒന്നും ഷാനവാസിന്റെ ഒരു പൊടി പോലും ഞാൻ കണ്ടില്ല. ചുമ്മാ അവിടെ സംസാരിക്കുന്നു ഇവിടെ സംസാരിക്കുന്നു എന്നേ എനിക്ക് തോന്നിയുള്ളൂ. പക്ഷേ അതേസമയം ആദ്യം കുറച്ച് അഗ്രസീവായിട്ട് നിന്നിരുന്ന അബി ആദ്യത്തെ ആഴ്ച അങ്ങനെയായിരുന്നു. രണ്ടാമത്തെ ആഴ്ച എന്നാൽ അതിന്നൊക്കെ വിട്ട് ലാലേട്ടൻ പറഞ്ഞതുപോലെ അഗ്രസീവ്നെസ് ഒക്കെ മാറ്റി വളരെ കൂൾ ആൻഡ് കാം ആയി നിന്നു. മൂന്നാമത്തെ ആഴ്ച തുടങ്ങിയപ്പോൾ അനുമോള് അവിടെ കോർണർ ചെയ്യപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് അനുമോള് നേരെ എതിരായിട്ട് അബി മാറുന്നുണ്ട്. അനുമോളെ ചോദ്യം ചെയ്യാനും അനുമോളോട് ദേഷ്യപ്പെടാനും തുടങ്ങിയത് അബിയായിരുന്നു ഈ ഒരാഴ്ച സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അതിനുശേഷം അബി ചെയ്തിട്ടുള്ള മറ്റു കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ബിഗ് ബോസിന് പോലും ഐഡിയ പറഞ്ഞു കൊടുക്കുന്ന ലെവലിലേക്ക് താൻ ഒരു ജീനിയസ് ആണ് എന്ന് കാണിച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇന്നലത്തെ ടാസ്കിൽ വന്നപ്പോഴത്തേക്കും ഈ പറഞ്ഞ ടാസ്കിൽ ഇറങ്ങി തിരിക്കാൻ അബി ഒന്ന് വിമുഖത കാണിച്ചു. അതായത് അത്രത്തോളം വലിയ ധൈര്യമില്ല എന്ന് അബി കാണിച്ചു. പക്ഷേ അത് അക്ബറും അങ്ങനെ തന്നെയായിരുന്നു. അതിനുശേഷം
ഈ പറഞ്ഞതൊരു നോമിനേറ്റ് ചെയ്തെടുക്കാം എന്ന് കരുതി എല്ലാവരും നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ജിസേൽ ആര്യൻ എന്ന് പറഞ്ഞ ഒരു ഒറ്റ ഇൻകുലാബ് സിന്ദാബ എന്ന് പറഞ്ഞ് പോകുന്ന പോലെ പോയപ്പോൾ അബി അവിടെ രേണു ചേച്ചി, ശാരിക ചേച്ചി എന്നൊക്കെ പറഞ്ഞതൊരു വലിയ കറേജ് ആയിരുന്നു. ആൻഡ് അതിനകത്തൊരു വലിയ മെസ്സേജും ഉണ്ട്. എല്ലാവരും ആര്യൻ ഇവരെന്ന് പറയുമ്പോൾ, ജിസേൽ എന്ന് പറയുമ്പോൾ ഇവിടെ മറ്റും കുടുംബാംഗങ്ങളുണ്ട് എന്ന് എല്ലാവരെയും ഒന്ന് ഓർമ്മപ്പെടുത്തുന്ന തരത്തിൽ വ്യക്തമായിട്ട് നല്ലൊരു നിലപാടിൽ അത് അബി ഒറ്റയ്ക്ക് അത്തരത്തിലൊരു നിലപാടിൽ നിന്നു. ഈ അബിയുടെ ഈ പറച്ചിൽ കേട്ടപ്പോഴത്തേക്ക് ആര്യന് ചിരി വന്നു. കാരണം എന്താ, ആര്യനെ പറയുന്നതിന് പകരം ഇതെന്താ രേണു ചേച്ചിനെയും ശാരിക ചേച്ചിനെയും പറയുന്നു എന്ന് കരുതിയിട്ടായിരിക്കാം ആര്യൻ ചിരിച്ചത്. സോ അബിയുടെ ഒരു ഗെയിമും ഷാനവാസിന്റെ ഒരു ഗെയിമുമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇവരിൽ ആരായിരിക്കാം ഏറ്റവും ബെസ്റ്റായിട്ട് പ്ലേ ചെയ്യുന്നത്? ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വിച്ച് വൺ ഇസ് ബെറ്റർ, ഷാനവാസ് ഓർ അബി ഇൻ ദിസ് ഓൺലി ഇൻ ദിസ് BB ഗെയിം? ഓക്കെ, അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.